സുവിശേഷവീഥി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷവേദി എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷവേദിയിലൂടെ നിങ്ങളോട് സംവാദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ശൂന്യതയിൽ നിന്ന് സമൃദ്ധി നൽകുന്ന ക്രിസ്തു. ക്രിസ്തുവിനെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനുള്ള സ്ഥാനം എന്ത് എന്നുള്ള ചോദ്യത്തിലൂടെയാണ് ഞാൻ ഈ എപ്പിസോഡ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 5-6 വചനങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ആധാരമെടുത്തിരിക്കുന്നത്. ആ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾ കിട്ടുമെന്ന് യേശുനാഥൻ അവരോട് പറയുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തെ ആകമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യരെല്ലാവരും തന്നെ ഇന്ന് സംഘർഷങ്ങളും പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. പതർന്ന മനസ്സുകളുമായി എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വണ്ണം വേദനയോടും ദുഃഖത്തോടും കൂടെ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിലൊരു നന്മയുണ്ടാകണം, സമാധാനമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തിബരിയാസ് കടൽക്കരയിൽ ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസ്, ഗലീലയിലെ കാനയിലെ നഥനയേൽ, സെബദി മക്കൾ, യേശുവിന് ശിഷ്യന്മാർ രണ്ടുപേരും ഒരുമിച്ച് മനോഹരമായി കടൽത്തീരത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കടൽ തീരത്ത് പോകാത്ത ആരും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെല്ലാവരും കടൽ തീരം കണ്ടിട്ടുള്ളവരാണ്. അപ്പോൾ കടൽ തീരത്ത് ഏറ്റവും പ്രഭാതത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ വളരെ മനസ്സിന് സന്തോഷം പകരുന്ന, കുളിർമ നൽകുന്ന, നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്ന, ആനന്ദം കൊള്ളുന്ന ഒരു സമയമാണ് പ്രഭാതത്തിൽ കടൽത്തീരത്ത് പോയി നിൽക്കുക എന്നുള്ളത്. കാരണം ഏറ്റവും ശാന്തമായ തണുത്ത കാറ്റ് നമ്മൾ അടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭൂതി, ഏറ്റവും പ്രഭാതമായതുകൊണ്ട് സൂര്യകിരണങ്ങൾ ഈ ജലകണികൾ പതിക്കുമ്പോൾ ഒരുപക്ഷെ മഴവില്ലിൻ്റെ ചിഹ്നങ്ങളൊക്കെ നമ്മൾ അടയാളങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ എന്തുകൊണ്ടും പ്രഭാതത്തിൽ കടൽത്തീരത്ത് പോയി നിൽക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. എന്നാൽ ഈ വേദഭാഗത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു വലിയ സത്യം, ഞാൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ ഈ ശിഷ്യന്മാർ കടൽത്തീരത്തിൽ ഇരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പായി ഏകദേശം 14ഓളം പ്രാവശ്യങ്ങൾ വിവിധ സ്ഥലങ്ങൾ ശിഷ്യന്മാർക്കുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ചരിത്രം പഠിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ് ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. യേശു ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന്. അത് യേശു ബോധപൂർവം അവിടെ പോയതാണ്. കാരണം എന്താണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു, കടൽത്തീരത്ത് രാവിലെ പോയി നിൽക്കുന്നത് നമുക്ക് ആനന്ദവും സന്തോഷവും ഒക്കെ തരുന്ന കാര്യമാണെങ്കിൽ ഈ കടൽത്തീരത്തിരിക്കുന്ന ഈ ശിഷ്യന്മാരെ നമ്മൾ നോക്കുമ്പോൾ അവർ നിരാശരായി, പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച്, മനസ്സ് തകർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരത്തോടുകൂടി ഇരിക്കുന്നത്. എന്താണ് അതിന് കാരണം നമുക്കറിയാം. കഴിഞ്ഞ രാത്രി ഇവരെല്ലാം വലയും വള്ളവുമായിട്ട് കടലിൽ പോയതാണ് മീൻ പിടിക്കാൻ. ഒത്തിരി പ്രതീക്ഷയോടുകൂടെ കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് മടങ്ങി വരുമ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. ശ്രദ്ധിക്കണമേ, ഒരു മീനെ പോലും കിട്ടിയില്ല. ഒരു ചെറുമീൻ പോലും ഇല്ലാതെ ശൂന്യമായിട്ടുള്ള വലയുമായി അവർ കടലിൽ നിന്ന് കരയ്ക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായി. അവരുടെ മനസ്സ് ആകെ തകർന്നു പോയി, നിരാശരായി. കാരണം ഒത്തിരി പ്രതീക്ഷയോടുകൂടെ അവർ വല വീശാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഒരു മീനുമില്ലാതെ ശൂന്യമായ വലയുമായിട്ട് വന്നിരിക്കുമ്പോൾ അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് യേശുവിൻ്റെ കൂടെ പ്രവർത്തിച്ചവരാണ് ഈ നമുക്കറിയാം. യേശു ഇവരാരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവർ ആദ്യം മീൻ പിടിക്കുന്നവരായിരുന്നു. മീൻ പിടിക്കുന്ന ഇടത്തു നിന്ന് ഇവരെ
യേശു കർത്താവ് അവരെ അടുത്ത് ചെന്നിട്ട് അവരെ വിളിച്ച്, ഇനി മുതൽ നിങ്ങൾ മീൻ പിടിക്കുന്നവരല്ല, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞവരെ വിളിച്ചു കൊണ്ടുവന്നതാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവ് വളരെ ആനന്ദത്തിൽ സന്തോഷത്തിലും യേശുവിൻ്റെ കൂടെ നടന്ന അംഗങ്ങളായിരുന്നു ഈ ശിഷ്യന്മാർ. ആ കാലങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അല്ലലുണ്ടായതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. എപ്പോഴും അവർ സന്തോഷവാന്മാരായിരുന്നു. യേശുവിൻ്റെ കൂടെ നിന്നപ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ചൊരു പ്രശ്നം, പക്ഷേ അപ്രതീക്ഷിതമായി യേശുവിൻ്റെ വേർപാട് അവർക്ക് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല. യേശു മരണപ്പെട്ടു, അല്ലെങ്കിൽ യേശു പോയി, ഇനി ഞങ്ങൾക്കൊരു നാഥനില്ല എന്ന് കഴിഞ്ഞ് അവർ ചെയ്തത്, അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചയെന്ന് പറയുന്നത്, അവരെന്താണ്, അവർ യേശുവിൻ്റെ ഉപദേശങ്ങളെയൊക്കെ മറന്നിട്ട് അവർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിട്ട് അവർ പഴയ വലയും വള്ളവുമായിട്ട് വീണ്ടും അവർ കടലിൽ പോയി. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. യേശുവിനെ അറിഞ്ഞിട്ട്, യേശുവിൻ്റെ നന്മകൾ അനുഭവിച്ചിട്ട്, ഞാനും നിങ്ങളും ആരെങ്കിലും എപ്പോഴെങ്കിലും യേശുവിനെ മറന്നിട്ട് നമ്മൾ പഴയതിലേക്ക് തിരിഞ്ഞു പോയാൽ ദൈവം നമ്മോട് ചോദിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല. അത്തരത്തിൽ ഇവരും ചെയ്തത് അതുകൊണ്ടാണ്. യേശുവിടെ കൂടെ നിന്നപ്പോൾ സമൃദ്ധിയുടെ കാലമായിരുന്നു. എന്നാൽ യേശുവില്ലാതെ അവർ പോകുമ്പോൾ നിരാശരായി, ദുഃഖിതരായി, എന്ത് ചെയ്യണമെന്നത് പ്രതീക്ഷകളെ അസ്തമിച്ചു വന്നിരിക്കുന്ന ഒരു കൂട്ടരെ കാണാൻ കഴിയുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് യേശു കർത്താവ് അവരുടെ അടുക്കലേക്ക് വന്ന് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല നാഥനെ, ഞങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പടകിൻ്റെ വലതുവശത്ത് നിങ്ങൾ വല വീശാനായിട്ട് യേശു അവരോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന നിരാശകളും ജീവിതത്തിൻ്റെ പരാജയങ്ങളൊക്കെ ഓർക്കുമ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിനെ മറന്ന് ജീവിച്ചതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഓരോ ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഓരോ വേദനകളാണ്. എനിക്ക് എൻ്റെ രോഗത്തിനൊരു ശമനം എന്ന് ലഭിക്കും എന്നുള്ളത്, എൻ്റെ കടഭാരങ്ങൾ ഒന്ന് മാറിക്കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ, ഒരുപക്ഷെ ഭർത്താവിൻ്റെ മദ്യപാനം എത്രയോ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. മാതാപിതാക്കന്മാരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവിൻ്റെ മദ്യപാനം ഒന്ന് മാറിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ മക്കളുടെ വിവാഹപ്രായമെത്തി നിൽക്കുന്ന മക്കൾക്ക് അവർക്ക് വിവാഹം നടക്കാതെ വരുമ്പോൾ ദൈവമേ എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ. സ്വന്തമായൊരു ഭവനമില്ലാത്ത എത്രയോ ജീവിതങ്ങളുണ്ട്. എനിക്കൊരു ഭവനം എങ്ങനെയെങ്കിലും കിട്ടണമെന്ന്. അങ്ങനെ ഓരോ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ലൈഫിൻ്റെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ അവിടെ എവിടേക്കോ കുറച്ച് ശൂന്യത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ശൂന്യതകളെ മാറ്റുവാൻ കഴിവുള്ള ഒരു ക്രിസ്തുവാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന കർത്താവായ യേശു. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ, യേശു ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ അനുസരിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ടാകും. നമുക്കറിയാം, കഴിഞ്ഞ രാത്രി ഈ തിബരിയാസ് കടലിലെല്ലാം അവർ പോയി വല വീശിയതാണ്. ആ കടൽ മുഴുക്കെ വല വീശിയിട്ട് ഒരു മീനെ പോലും കിട്ടാതെ അവർ വിഷമിച്ചു വന്നിരിക്കുമ്പോൾ രാവിലെ ഒരാൾ വന്നു നിന്ന് വീണ്ടും അവരോട് പറയുകയാണ്, നിങ്ങൾ ഒന്നുകൂടെ ഈ പടകിന്, അത് ദൂരെ ഉൾക്കടലിലേക്കെന്ന് പറഞ്ഞാൽ ആ മുമ്പിൽ ഒരു കടലിനെ പറയുകയാണ്, ആ കടലിലേക്ക് നിങ്ങളൊന്ന് വല വീശാൻ പറയുന്നു. പ്രിയമുള്ള ദൈവജനമേ, അവിടെ കാണാൻ കഴിയും യേശുക്ക് ശിഷ്യന്മാർ യേശുവായിരുന്നു അറിഞ്ഞിരുന്നില്ല, എങ്കിലും അവർ യേശുവിൻ്റെ വാക്കിനെ അനുസരിച്ച് വലയിറക്കി. സംഭവിച്ചത് നമുക്കറിയാം. എന്താണ്? ഒരുപക്ഷെ ഈ ശൂന്യമായ കടൽ, വേറെ എങ്ങും പോയില്ല, ഉൾക്കടലിൽ പോയില്ല, ഈ വെറും ശൂന്യമായ കടലിലേക്ക് അവർ ഒന്ന് വല വീശാൻ പറയുമ്പോൾ അവരെ വാക്കിനനുസരിച്ച് വല വീശി ശൂന്യതയിൽ നിന്ന് സമൃദ്ധി കൊടുക്കുന്ന മീൻകൂട്ടത്തെ കിട്ടി. അവർക്ക് തനിയെ വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. അപ്പുറത്തെ വള്ളക്കാരെ കൂടെ വിളിക്കുക, നിങ്ങൾ വന്ന് സഹായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഏറ്റവും നിറഞ്ഞ മീൻകൂട്ടത്തെ കൊടുത്ത് അവർ ജീവിതത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു യേശുവിനെ കാണാൻ കഴിയുന്നുണ്ട്. ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നവരാണ്, യേശുവിനെ അറിഞ്ഞവരാണ്. പക്ഷേ അവർ ജീവിതത്തിൽ ഒരു നിമിഷം യേശുവിനെ മാറ്റി നിർത്തി അവർ സ്വന്തം പഴയതിലേക്ക് അവർ മടങ്ങിപ്പോയപ്പോൾ അവരെ മടക്കിക്കൊണ്ടുവന്ന് വീണ്ടും വിശ്വാസം ഉറപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് കാണാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും അറിയുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന കർത്താവാണ്. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രതികൂലങ്ങൾ, നമ്മുടെ ജീവിതം നിന്നു പോകും, അവസാനിക്കുമെന്ന് തോന്നുന്നിടത്ത്
ദൈവം അടുക്കിലേക്ക് വന്ന് നമ്മെ മാറോടണച്ച് ധൈര്യപ്പെടുത്തുന്ന യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ദിവസവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ മാറി നമ്മുടെ ശൂന്യത നമുക്ക് സമൃദ്ധി നൽകുന്ന യേശുവിൽ പൂർണ്ണമായി നമ്മൾ ആശ്രയിക്കുമ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ല, മനുഷ്യർക്ക് അസാധ്യം. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മളെ കരുതുന്നവരുണ്ട്, നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരുമുണ്ട്. പക്ഷേ നമ്മൾക്ക് ഓർക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും അവരൊക്കെ മാറിപ്പോകും, അല്ലേ? സംഘത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് പലപ്പോഴും നമുക്കൊരു ചെറിയ സാമ്പത്തികം ആവശ്യമായിരിക്കാം, അതിനൊക്കെ അനേകരുടെ നമ്മൾ കൈനീട്ടും, നമ്മൾ ചോദിക്കും, പക്ഷേ അതിലൊക്കെ ഉപരിയായി നമ്മളെ അറിയുന്ന, നമ്മുടെ ജീവിതങ്ങളെയും അറിയുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അസാധ്യതകളെ സാധ്യമാക്കുക ദൈവം. നമ്മളൊന്നും അറിയില്ല, ദൈവം നമുക്കെല്ലാം കരുതിക്കൊള്ളും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങളുടെ സകല ചിന്താകുലവും യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. 55 സംഘത്തിൻ്റെ 22 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, നിൻ്റെ സകല ആവശ്യങ്ങളും നിൻ്റെ ഭാരങ്ങളും നീ യഹോവയിലേക്ക് വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് സംഗീതക്കാരൻ പറയുന്നത്. അതുകൊണ്ട് ഈ യേശു എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ, നമ്മുടെ ശൂന്യതകൾക്ക്, നമ്മുടെ നിരാശകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു ക്രിസ്തുവാണ്. ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മോട് ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാനായിട്ട് നമുക്ക് യഹോവയെ ദൈവം നിറവേറ്റി തരും. അതുകൊണ്ട് ഈ ശിഷ്യന്മാർ ജീവിതത്തിൽ അവരെ പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവരെ തെറ്റുകളെ തിരുത്തുവാനും അവരെ വീണ്ടും ക്രിസ്തുവിൽ അവർ വന്നിട്ട് പിന്നെ ഈ യേശു ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ പിന്നെ അവരെ ആ ദൈവം അവരെ ഏൽപ്പിച്ച ഗ്രേറ്റ് കമ്മീഷനോട് ദൈവിച്ച ദൗത്യത്തിനായിട്ട് ഈ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ 12 ശിഷ്യന്മാരുടെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും രക്തസാക്ഷികളായി. സ്വാഭാവിക മരണം സംഭവിച്ചത് യോഹന്നാൻ മാത്രം, ബാക്കി എല്ലാവരും ശിരച്ഛേദം ചെയ്തവർ, ശരീരം നെടുകെ കീറിയവരുള്ളവരുണ്ട്, ഒരുപക്ഷെങ്കിൽ ക്രൂശിൽ തറച്ച് കൊലപ്പെട്ടവർ. അങ്ങനെ ഒരുപക്ഷെ യോഹന്നാൻ, ഞാൻ പറഞ്ഞു സ്വാഭാവിക മരണം എന്ന് പറയുമ്പോഴും യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം. പക്ഷേ അദ്ദേഹത്തിനെ തിളച്ച എണ്ണയിൽ സുവിശേഷം പറയാൻ പോയതുകൊണ്ട് തിളച്ച എണ്ണയിൽ അവരെ ഇട്ട് കളയുമ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ. യോഹന്നാൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട് വീണ്ടും സ്വാഭാവികമാണ് സംഭവിച്ചത്. കേരളത്തിലേക്ക് വന്ന തോമസ് ലീഹ എന്ന തോമസ്, അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം. അവിടെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്ന ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആ വിശ്വാസത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു പോയവരെ യേശു മടക്കിക്കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്നു. എല്ലാവരും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി തീരുന്ന ജീവിതമായിരുന്നു ശിഷ്യന്മാരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നിരാശകളും നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഇത് സാധ്യമായി തീരും, നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല, എൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടക്കുമെന്ന് പലപ്പോഴും നമ്മൾ മനസ്സുരുകി കൊണ്ടിരിക്കുകയാണ്. യഹോവയായ ദൈവം നമ്മോട് വചനത്തോടെ പറയുകയാണ്, നിൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ വിശ്വസിച്ചുകൊണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും അത് ലഭിക്കുമെന്ന് മത്തായി സുവിശേഷം 21 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടേണ്ടെന്ന് ലേഖനകർത്താവ് പറയുന്നു. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെട്ട സകലവും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടൊരു ഐക്യത്തിലേ വേണ്ടത്, അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്ത് നമുക്ക് സൂചിപ്പിക്കുന്ന കാര്യമുണ്ട്, യേശു അവരുടെ അടുക്കിലേക്ക് വന്ന്, അത് നമ്മളെ അറിയുന്നൊരു ആവശ്യമാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ ഇത് കാണുന്ന, ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന സംഘർഷങ്ങൾ എനിക്കറിയില്ല. പക്ഷേ സർവശക്തനായ ദൈവം യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളെ അറിയ ദൈവമാണ്. നമ്മുടെ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളും കർത്താവിനറിയാം. നാം അറിയാതെ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നാം ദൈവസന്നിധി വിശ്വസ്തയോടെ നമ്മളായിരിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിലെ എല്ലാ ഭാരങ്ങളും കർത്താവിനറിയാം. നിൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ദൈവത്തിനറിയാം. ആ ദൈവം നമ്മോട് കൂടെയുണ്ട്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സിലുള്ള ഒരു ദൈവം നമ്മുടെ അടുക്കിലേക്ക് വരുന്ന, നമ്മെ മാറോടണയ്ക്കുന്ന, നമ്മെ ധൈര്യപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, നിരാശകൾക്ക് നമുക്ക് മാറ്റി നമുക്ക് പ്രത്യാശ നൽകുന്ന ക്രിസ്തുവാണ് എൻ്റെയും നിങ്ങളുടെയും യേശു കർത്താവ്. അതുകൊണ്ട് ആ ക്രിസ്തു നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കല്. അതെങ്ങനെയുള്ളവർക്കാണ് ഇവിടെ പറഞ്ഞത്? യേശുവിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നത്
ആളുകൾക്ക് മാത്രമാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, ദൈവത്തെ നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രവർത്തിക്കുന്നവർക്ക് ദൈവം ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ അത് തോന്നിയിട്ടുമില്ല എന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ഓർക്കേണ്ട കാര്യം, നമ്മുടെ നിരാശ നിറഞ്ഞ ജീവിതങ്ങൾക്ക് ഒരു ശമനമുണ്ടാകണം. എൻ്റെ യേശുവിന് ഒന്നും അസാധ്യമല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ നിറഞ്ഞ മുൻകൂട്ടത്തെ കൊടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെങ്കിൽ, എൻ്റെ ഭാരങ്ങളെ നീക്കുവാൻ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ട് യേശുക്രിസ്തുവിന് കഴിയും എന്നുള്ളത് നിങ്ങളും മറന്നു പോകരുത്. നമ്മൾ ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ജീവിക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നാം വിശ്വാസത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞുവല്ലോ, ഈ യേശു നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിക്കുന്ന ദൈവമാണ്. ധാരാളം പ്രതികൂലങ്ങൾ വരുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു കർത്താവ് ഇടപെട്ടിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലൊക്കെ ഒത്തിരി അനുഭവങ്ങൾ പറയുവാണെങ്കിൽ ദൈവം തന്നിരിക്കുന്ന നന്മകൾ അത് ഗ്രേസാണ്, കൃപയാണ്. ഗ്രേസ് എന്നുള്ളത് അർഹിക്കാത്ത നന്മകൾ, നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മൾ നിരൂപിക്കുന്നതിനും അപ്പുറമായി കരുതുന്ന ദൈവമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് ഒരുപക്ഷെ നമ്മളെക്കാൾ വ്യക്തമായിട്ട് കർത്താവിനറിയാം. ആ കർത്താവ് എല്ലാം സമയത്ത് നമ്മെ നൽകുന്ന ദൈവമാണ്. നീ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, നീ ക്രിസ്തുവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ, നിൻ്റെ ജീവിതത്തിൽ നിരാശകൾ മാറ്റുവാനായിട്ട് അത് ഇടയായിത്തീരുമെന്ന്. പ്രിയമുള്ളവരെ, ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു വിശ്വാസി, ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയെ എനിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന് യേശുവിൽ ശക്തമായ വിശ്വാസമുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഗവൺമെൻറ് ജോലിയുള്ള ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ക്യാൻസർ രോഗം അദ്ദേഹത്തിനെ പിടിക്കുകയുണ്ടായി. അത് വന്നിരിക്കുന്നത് ഈ കഴുത്തിലാണ് ഈ ക്യാൻസർ ഉണ്ടായത്. അങ്ങനെ ഇദ്ദേഹം തീരുമാനിച്ചു, ക്യാൻസർ എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ആ സമയത്ത് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഈ ക്യാൻസറിന് അത്ര ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റുകളില്ല. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും അന്നത്തെ ഒരു വിലയിരുത്തൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തൊണ്ടയിലൊരു ക്യാൻസർ വന്നൊരു വലിയ ഹോളായിട്ട് അത് മാറി. ആ സമയത്ത് ഇദ്ദേഹം എടുത്തൊരു തീരുമാനം, അന്നത്തെ ഞങ്ങളുടെ സമൂഹത്തിലുള്ള എല്ലാവരും ഞെട്ടിക്കുന്ന തീരുമാനമായിരുന്നു. ഒരു വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ്. യേശുവിന് എൻ്റെ രോഗത്തിന് സൗഖ്യം തരുവാൻ കഴിയുമെങ്കിൽ എനിക്ക് തരട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ സമയത്ത് നമ്മൾ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ആ വലിയൊരു ഹോള് പോലെ ഉണ്ട്. നമുക്ക് അകത്തൊക്കെ കാണാം. അത്തരത്തിൽ മൂർധന്യ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അവസാനം അവരുടെ സഭയുടെ പാസ്റ്റേഴ്സും വന്ന് പറഞ്ഞു, ക്യാൻസർ എന്ന് പറയുന്നത് മഹാരോഗമാണ്, ഈ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, റേഡിയേഷനും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ, കീമോ എടുത്തെങ്കിൽ മാത്രമേ, അതുകൊണ്ട് നിങ്ങൾ ചികിത്സയ്ക്ക് വിധേയപ്പെടണം. സഭയുടെ നേതൃത്വം എന്ന് പറഞ്ഞു, അതിനകത്ത് ഒന്നും നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് ഭാരപ്പെടേണ്ട, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, സാമ്പത്തികമായുള്ള വ്യക്തിയാണ് ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം ഒരു തീരുമാനം, എൻ്റെ യേശുവിന് എന്നെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയുമെങ്കിൽ, എന്നെ തൊടുവാൻ കഴിയുമെങ്കിൽ അതെനിക്ക് നൽകട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി ഞാൻ പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ള ദൈവജനമേ, എല്ലാവരുടെയും പ്രതീക്ഷകൾ അസ്തമിച്ച് ഇദ്ദേഹം മരിക്കാൻ നോക്കി എല്ലാവരും ഇരിക്കുകയാണ്. അത്തരത്തിൽ വലിയ വ്രണമായി വലിയ രോഗം ബാധിച്ച് മൂർധന്യാവസ്ഥയിലിരിക്കുമ്പോഴും അദ്ദേഹം പറയും, എനിക്ക് പച്ചവെള്ളമല്ലാതെ വേറൊന്നും തരരുത്. അപ്പോൾ കാരണം പച്ചവെള്ളത്തിൽ നമുക്ക് തിരിച്ചറിയാം, മറ്റേതെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവനകത്ത് എന്തെങ്കിലും മരുന്ന് കലക്കി കൊടുക്കുമോ എന്നുള്ള പേടിയുണ്ട്. അദ്ദേഹം വെറും ജലം മാത്രം കുടിച്ച് ജീവിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, യോബിനെ പോലെ എല്ലാവരും അദ്ദേഹത്തിന് മറ്റുള്ള ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ അണുവിട അദ്ദേഹം വ്യതിചലിക്കാതെ ഈ രോഗത്തിന് എൻ്റെ യേശുവിന് സൗഖ്യം തരുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും മരണത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരുന്നത്. പക്ഷേ അത്ഭുതകരമായി അദ്ദേഹം ക്യാൻസർ എന്ന ആ വലിയ വിപത്തിൽ നിന്ന് അദ്ദേഹത്തിന്
യേശു കർത്താവ് സൗഖ്യം കൊടുത്തു. ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു 30 വർഷത്തിന് മുമ്പുള്ളൊരു അനുഭവമാണ്. ഇന്നും ആ മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് ഞാൻ സാക്ഷ്യമായി പറയട്ടെ. ഒരുപക്ഷെ എത്ര പേർക്ക് ആ വിശ്വാസമുണ്ടാകും? എല്ലാം അവസാനിച്ച് മരണം വന്ന് മുമ്പിൽ നിൽക്കുമ്പോഴും അദ്ദേഹം യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരുന്നപ്പോൾ ആ മാരകമായ ക്യാൻസർ എന്ന മഹാവിപത്തിനെ അതിജീവിച്ച് സൗഖ്യം പ്രാപിച്ച് ഇന്നും ജീവനോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആണ് ഞാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ നിരാശകളുണ്ടാകുന്നുണ്ട്. നമ്മളിനി ജീവിതം അവസാനിപ്പിക്കാമെന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ കടഭാരമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം, കുടുംബജീവിതത്തിലെ കളങ്കങ്ങളായിരിക്കാം. അങ്ങനെയൊക്കെ പലപ്പോഴും ഇനി ജീവിക്കുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്, ആ നിരാശയുടെ നടുവിൽ നീ യേശുവിനെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. നീ യേശുവിനെ ഒന്ന് തൊടാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞു, ഇവിടെ യേശുവിനെ അവർ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ശിഷ്യന്മാർ യേശുവിൻ്റെ മറന്ന് അല്ലെങ്കിൽ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് അവരെ പഴയ ജീവിതത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ഈ സമയങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. കലപ്പയ്ക്ക് കൈവച്ചതിന് ശേഷം പിറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ദൈവത്തിൽ വിശ്വസിച്ച് ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങൾ വരുമ്പോഴും, അത് രോഗമായാലും നിന്ദകളായാലും പരിഹാസങ്ങളായാലും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണമെന്ന് നമ്മൾ മുഷിയരുത്. ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയറ്റി ചെയ്യേണ്ടത് വേദം സമർപ്പിക്കുന്നു, പൗലോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരാശകളെ മാറ്റുന്ന, നമ്മുടെ ശൂന്യതകളെ മാറ്റുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമുക്ക് ചിലപ്പം സമ്പത്ത് ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മളിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. യേശുവിൻ്റെ അടുക്കൽ വന്ന് നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ദൈവം നമ്മെ ധൈര്യത്തോടെ നിർത്തുന്നത്, ഏത് പ്രതിസന്ധികളും അതിജീവിക്കാൻ ശക്തി നൽകുന്നത് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാർ പിന്നെ ഒരിക്കലും പിറകോട്ട് നോക്കാതെ കർത്താവിന് വേണ്ടി ജീവിച്ച അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിബരിയാസ് കടൽക്കരയിൽ ശൂന്യതയിൽ നിന്ന് നിറഞ്ഞ മീൻകൂട്ടത്തെ കൊടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെങ്കിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ശക്തനാണ്. നിങ്ങളുടെ ഭാരങ്ങൾ എന്താണോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ, നിങ്ങളുടെ വേദനകൾ എന്താണോ, അത് ദൈവത്തിൽ പൂർണ്ണമായി നിങ്ങൾ സമർപ്പിക്കണം. ദൈവത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിൻ്റെ സകല ഭാരങ്ങളും യഹോവയുടെ മേൽ വയ്ക്കുമ്പോൾ കർത്താവ് അത് ഏറ്റെടുക്കും. നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ മാറി നമ്മെ അനുഗ്രഹിക്കുവാൻ ശക്തനായവൻ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവം നിങ്ങളെല്ലാവരെയും ശക്തീകരിച്ചിട്ട് നിങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റി സമൃദ്ധി നൽകുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുന്ന സമൃദ്ധി നൽകുന്ന ദൈവമുണ്ട്. ആരൊക്കെ ദൈവത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ, നിങ്ങളുടെ ഇല്ലായ്മകൾ വന്നിട്ടുണ്ടോ, കർത്താവ് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഒരു വചനം കൂടെ ഞാൻ പറയുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴി നടക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന മക്കൾക്ക് ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയായിരുന്നു. 34-ാം സംഗീതം പറയുന്നുണ്ട്, ബാലസമൂഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. 5-ാം വാക്യം പറയുന്നുണ്ട്, അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രകാശത്തിൽ അവൻ്റെ മുഖം ലജിച്ചു പോയില്ല. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ ലജ്ജിതരായി തീരുകയില്ല. നിങ്ങളുടെ ഇല്ലായ്മയെ മാറ്റി സമൃദ്ധി നൽകുന്ന കർത്താവിനോട് കൂടെ ആ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.